CJP പ്രൊട്ടസ്റ്റിലെ ഒരു മെയിൻ വിഷയം എടുത്ത് ചൂണ്ടിക്കാട്ടാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. അതായത് ഈ ഒരു പ്രൊട്ടസ്റ്റ്, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ എന്നൊരു വ്യക്തി രാജിവെക്കാൻ വേണ്ടിയിട്ട് CJPയുടെ പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ വേണ്ടി ഈ സർക്കാർ വിട്ടത് ആരൊക്കെയാണെന്ന് അറിയാം. ഡൽഹി പോലീസ്, RIF, CRPF, BSF, ഈ 4 പേരെയാണ് ഇത് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഡൽഹി പോലീസ് മനസ്സിലാവും, ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളാണ്, അവർക്ക് റോളുണ്ട്. RIF മനസ്സിലാവും, കുറച്ച് റയറ്റ് കാര്യങ്ങളാണ്, ബട്ട് സ്റ്റിൽ കമ്മിങ് ടു ദ പോയിന്റ്. RIF തിരിച്ചിട്ട് വരാം. പിന്നെ CRPF ആലോചിക്കണം, മാവോയിസ്റ്റുകളെ അല്ലെങ്കിൽ എന്താ പറയുക വലിയ വലിയ കലാപങ്ങളെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. സെയിം ഗോസ്റ്റ് RIPF ഒന്ന് ആലോചിക്കണം. ഈ RIPF CRPF മണിപ്പൂരിലല്ലേ പോകേണ്ടത്? മണിപ്പൂരിലല്ലേ ഇത്രയും നല്ല പ്രശ്നം കൂടുതലുള്ളത്? അവിടെ പോകേണ്ട പകരം ഈ CJPയുടെ പ്രൊട്ടസ്റ്റ്. ഇനി BSF ആലോചിക്കണം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ആ BSF ഈ ഒരു പ്രൊട്ടസ്റ്റിന് എന്താണ് അടിച്ചമർത്താൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്നിരിക്കും. ആലോചിക്കണം, ഇന്ത്യ പാകിസ്ഥാനെ സെൻസിറ്റീവ് ബോർഡറിന്റെ രക്ഷകരായ അവരെയാണ് ഇറക്കിയിരിക്കുന്നത് ഈ സർക്കാർ. ഇനി വേറൊരു അപ്ഡേറ്റ് എന്താണ്, അപ്ഡേറ്റ് ആണോ എന്ന് അറിയില്ല, ഒരു കിംവദന്തി ഞാൻ കേട്ടതാണ്. അതായത് ഇനി കശ്മീരിലെ പാരാമിലിറ്ററി എന്താണ് ഈ ഒരു പ്രൊട്ടസ്റ്റിനെ കൊണ്ട് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആരെങ്കിലും കശ്മീർ പോലെ സെൻസിറ്റീവ് സോണിലുള്ള പാരാമിലിറ്ററി ഫോഴ്സ് എന്ത് ചെയ്യണം, അവർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നു. രണ്ടാമത് ITBP, ഇവരെന്ത് ചെയ്യണം, ഇന്ത്യ ചൈന ബോർഡറിന്റെ രക്ഷയുടെ ആൾക്കാരാണ്. ഇവര് എന്ത് ചെയ്യാൻ പോകുന്നു, ഇനി ഇവിടെ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നു, ഡൽഹിയിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നു. ആലോചിച്ച് നോക്കണം, കശ്മീരും ഇൻഡോ ചൈന ബോർഡറിൽ ഇത്രയും സെൻസിറ്റീവ് ബോർഡേഴ്സ് ഉള്ള ജവാന്മാർ എന്നിവർ ഡിപ്ലോയ് ചെയ്യണം. വെറും ഈ സമരത്തിന് അടിച്ചമർത്താൻ വേണ്ടി. ആലോചിച്ച് നോക്കണം, വെറും ഒരു സമരത്തിന് വേണ്ടി ഇത്രയും സെൻസിറ്റീവ് ബോർഡേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും നടക്കുക അവന്റെ ഹാല്?